ഒരു വെള്ളം കുടിക്കും വെള്ളം കുടിക്കും മൈക്ക് താത്തി വിടിയാ അവിടെ സൈഡിൽ മറന്നാട കുറച്ച് പുറകിലോട്ട് മൈക്ക് താത്തി പിടിച്ചോ മൈക്ക് താത്ത് പിടിച്ചോ എല്ലാരും കൂടെ മൈക്ക് വരാൻ വേണ്ടി മത്സരമാണ് മൈക്ക് അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേര് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം വരില്ലേ? ഇതിൽ മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിലെ കടക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ 12 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 10-11 വർഷമായിട്ട് വാടക വെച്ച് താമസിക്കുന്ന ഒരു നടിയാണ്. എന്നെക്കുറിച്ച് ഇത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ തികച്ചുണ്ടാവും. അതാണ് ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത 1 രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല. പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളൊന്ന് മേടിക്കുക. ഞാൻ 2 കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട്. എന്നാലും ആളുകൾ പറയുന്ന അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറി എന്നൊരു ഇതും വേറൊരു നടനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിക്കുമെന്നും അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. മീഡിയ ഓരോന്ന് പറയുന്നു, ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും. അത് നമ്മൾക്ക് ഇപ്പം എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയേണ്ടി വീട്ടുകാരെ ഇന്നും കൂടെ എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അതിലൊരാൾ ഇളയ ആൾ പറഞ്ഞു, നല്ല ട്രോളായിട്ടുണ്ടല്ലോ, ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതെന്ത് ചങ്കിക്കൊണ്ടു. ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ. ഈ പരാതി ഉന്നയിച്ച വ്യക്തികൾ ആരെങ്കിലും ഇപ്പൊ സമീപിക്കുന്നുണ്ടോ പിന്മാറാൻ? എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ. അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, നമ്പറുള്ള ആളാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്ന് DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ അത്യാവശ്യമായിരിക്കും രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും.
ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കലും 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റില്ല, ഒറ്റ തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. എനിക്ക് വളരെ വ്യക്തമായി സംശയമുണ്ട്. അയാളുടെ കാർഡ് വെച്ചപ്പോൾ കാർഡില്ല, അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത 2-3 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ചത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, അല്ല സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ ഇത്, അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ്. ആരോ ഒരു സെക്കൻഡ് സോറി. അപ്പൊ ഇവരെന്താ പറഞ്ഞെന്ന് ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അയാൾ ചോദിച്ചിട്ടാണ് ഇത്രയും പണം ചെലവാക്കി പടം റിലീസാകാൻ പോവുകയാണ്. ഒരു പ്രത്യേക പേര് പറഞ്ഞു. ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത്. ആ പടം റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും. ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തു നിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ, ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ 10-100 പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ല നടിക്കരുത്. പൊതുജനങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ എനിക്കൊരു ഇത് അയച്ചു തന്നത്, സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ. ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക്? അത് തിരുത്തേണ് വേണ്ടത്. അതും സിനിമയുടെ റിലീസിങ്ങായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ. എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗ്യാൻസോ സുകുമാരക്കുറുപ്പ് നാളെ 13-ാം തീയതി റിലീസാവുകയാണ്. ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത്, ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിലെ ഇപ്പോൾ ഗ്യാൻസോ സുകുമാരക്കുറുപ്പിന് ഷാജി കൈലാസാറിൻ്റെ മകനാണ് അതിൽ ലീഡ് റോള്, അബു സലീം ചെയ്യുന്നുണ്ട്. അവരും പ്രധാന കഥാപാത്രങ്ങൾ. ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ, ആ ചെറിയ പടം അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ്. അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിലൊരു സംസാരമാണ്. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട്. വലിയ പടവും ചെറിയ പടവും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ 3 കാര്യങ്ങളാണ്, 3 പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് എനിക്ക് പറയാനുള്ള ആൾ. ആ ആളുടെ പേര് ഞാൻ അവിടെ മരണപ്പെട്ടതുപോലെ ഹാസ്യ നടൻ. ആ ഹാസ്യ നടൻ വേർബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് മരണപ്പെട്ട ഒരാളാണ്. നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിൽ 2 കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത്. എൻ്റെ അനിയത്തിമാരെ പോലെ പറയുകയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്
ചാടി പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്ത് നമ്മൾ എനിമീസ് വരുന്നത് അതേപോലത്തെ ഒരു മുഖഭാവത്തിൽ കാണുകയും ചെയ്തു. പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ തിരിക്കുകയും ചെയ്തു. അതേ മോശമായിട്ട് പല ലൊക്കേഷനിലും പണികളായിട്ട്